ഉത്കണ്ഠ പരത്തി കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ MSC എൽസ പൂർണ്ണമായും മുങ്ങി. MSC എൽസ 3 ആണ് മുങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ കപ്പൽ പൂർണ്ണമായും മുങ്ങി. കോസ്റ്റ് ഗാർഡും അതുപോലെ ഔദ്യോഗികമായി കോസ്റ്റ് ഗാർഡ് സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. കപ്പലിലെ ക്യാപ്റ്റൻ അടക്കം 3 നാവികരെയും നമ്മുടെ കപ്പൽ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിൽ കണ്ടെയ്നറുകളുണ്ട്. ഈ കണ്ടെയ്നറുകൾ മണിക്കൂർ 1 കിലോമീറ്റർ വേഗത്തിൽ ഒഴുകുന്നു എന്ന രീതിയിലുള്ള വാർത്തയാണ് വരുന്നത്. നമ്മൾ കുറച്ച് സമയം മുൻപാണ് ഈ കപ്പൽ മുങ്ങി എന്നുള്ള വിവരം നേവി ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ പങ്കുവെച്ച്, അതേപോലെ തന്നെ സർക്കാരിനടക്കം ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇപ്പോൾ നമുക്കതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എൽസ 3 എന്ന് പറയപ്പെടുന്ന വിഴിഞ്ഞം തുറമുഖത്തേക്ക് കഴിഞ്ഞ ദിവസം അടുത്ത തൂത്തുക്കുടിയിൽ നിന്നാണ് ഫീഡർ കപ്പൽ ചരക്കുമായി വിഴിഞ്ഞത്തേക്ക് എത്തിയത്. അത് കൊച്ചിയിലേക്കുള്ള യാത്ര. ആ യാത്രക്കിടെയാണ് ഈ നമ്മുടെ 38 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കൊച്ചി തീരത്ത് 38 നോട്ടിക്കൽ മൈൽ ദൂരത്ത് അപകടത്തിൽപ്പെടുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഷിപ്പിന്റെ കൺട്രോൾ വിടുകയും ഷിപ്പ് പതുക്കെ മുങ്ങി ഒരു വശം ചരിയാനും തുടങ്ങിയത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ 9 കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു. തുടർന്ന് വലിയ രീതിയിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ ഇടപെട്ട രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടു. കൂടുതൽ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള, പ്രത്യേകിച്ച് ഹെലികോപ്റ്ററുകൾ, കോസ്റ്റ് ഗാർഡിന്റെ അടക്കം ഹെലികോപ്റ്ററുകൾ, കൂടുതൽ ഷിപ്പുകളടക്കം എടുത്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടു. പൂർണ്ണമായും ആ കപ്പലിലുണ്ടായിരുന്ന എല്ലാ സെയിലേഴ്സിനെയും, എല്ലാ നാവികരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു.